അങ്ങനെ ഞാനും പയ്യനും റെഡിയായി. ഇന്ന് ഞങ്ങൾ പോകുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഇതാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇതാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കടുത്തുരുത്തി മഹാദേവ ടെമ്പിളാണ്. ഇതാണ് കടുത്തുരുത്തി മഹാദേവ ടെമ്പിൾ. അവർ പടികേറി പോകുന്നുണ്ട്. ഇന്ന് രണ്ടാമത്തെ അമ്പലമാണിത്. ആദ്യം വൈക്കമായിരുന്നു, ഇതിപ്പോൾ കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രമാണ്. കടുത്തുരുത്തി ജംഗ്ഷനിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ പോയത് മള്ളിയൂർ ഗണപതി ക്ഷേത്രമാണ്. ഇതാണ് മള്ളിയൂർ ഗണപതി ടെമ്പിൾ. നല്ല അമ്പലമാണ്, നല്ലൊരു ആംബിയൻസ് ആണ് അമ്പലത്തിന്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണിത്. അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞ് വീണ്ടും വണ്ടി എടുത്ത് ഞങ്ങൾ പിന്നെ പോയത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്കാണ്. ഇതാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഏറ്റുമാനൂർ ടൗണിൽ തന്നെയാണ്. ഞങ്ങൾ ചെന്നപ്പം ഒരു ആന എഴുന്നള്ളത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആനയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. കുറേ പേരവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആനയുടെ പേരറിയില്ല. ഏറ്റുമാനൂർ ടൗണിൽ തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നല്ല അമ്പലമാണ്. പിന്നെ ഞാൻ ചുമ്മാ വായി നോക്കി, എല്ലാവരും പോകുന്ന പോലെ തന്നെ അവിടെ പോയി കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. ഒന്നും മേടിച്ചില്ല. കാഴ്ചകൾ കാണുന്നൊരു രസമല്ലേ. അങ്ങനെ അതും കണ്ട് ഇങ്ങനെ നടന്നു കുറേ നേരം. പിന്നെ ഞങ്ങൾ പോയത് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഇതാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തിരുവാർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുമരകം പോകുന്ന റൂട്ടിലാണ്. കോട്ടയം കുമരകം റൂട്ടിൽ കുമരകം റോഡിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അകത്തായിട്ടാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആ കാഴ്ചകളും പകർത്തി ഞങ്ങൾ പിന്നെ നേരെ പോയത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ വന്ന് ഊണിൻ്റെ ടൈമായിരുന്നു. അങ്ങനെ ഞാൻ ഊണ് പറഞ്ഞു. അവർ ചപ്പാത്തി എന്തോ കഴിച്ചു. അവരെക്കാളും കൂടുതൽ ബില്ല് എനിക്കാന്ന് തോന്നുന്നു. ഊണിന് നല്ല പൈസയാണ്. ഭാരത് ഹോട്ടലിലായിരുന്നു. അവർ വലിയ ഹോട്ടലുകളെ കയറുള്ളൂ. നമുക്ക് ചെറിയ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞങ്ങൾ പോയത് കഴിഞ്ഞ ദിവസം പോയിട്ട് നടന്നില്ലായിരുന്നു, ചോറ്റാനിക്കര ടെമ്പിളിൽ തൊഴാൻ വേണ്ടി. പിന്നെ ചോറ്റാനിക്കര ടെമ്പിൾ അവരെ കൊണ്ടുപോയി തൊഴിയിച്ചു. ചെന്നപ്പോൾ ആളൊന്നും ഇല്ലായിരുന്നു. ഏകദേശം വൈകുന്നേരമായി. പിന്നെ വൈകുന്നേരമായപ്പോൾ തന്നെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിൽ അവരെ കൊണ്ടു ചെന്നു. പിന്നെ ഹോട്ടലിൽ ഞാൻ കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. വണ്ടി എടുത്തുകൊണ്ട് പോയാൽ നല്ല ബ്ലോക്കാണ് കൊച്ചിയിൽ. അതുകൊണ്ട് ഒരു ഓട്ടോ എടുത്ത് നേരെ പോയി. അങ്ങനെ ഫുഡും കഴിച്ച് നേരെ വന്നു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. അവരെ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്യണം. ഇതാണ് ഹോട്ടലിൻ്റെ പാർക്കിങ്. ഈ പൂവ് എനിക്കറിയില്ല എന്താണെന്ന്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അവരെ എയർപോർട്ടിലോട്ട് പോവാണ്. ഏകദേശം എയർപോർട്ട് എത്താറായി. അങ്ങനെ ഇതാണ് നമ്മുടെ ഗസ്റ്റ്. അവരെ വിട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. അതങ്ങനെയുള്ളതാണല്ലോ, യാത്രകളിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടും. പക്ഷേ അവരൊന്നും നമ്മളെ കൂടെ കൂട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ അവരെയും വിട്ട് നേരെ പാർക്കിങ്ങിലേക്കാണ് പോയത്. ഞാൻ ഓട്ടോ ഇല്ലാത്ത സമയത്ത് ഈ പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.